നാം ഒന്ന് ഓർത്തു നോക്കണം. ഒരു ദിവസം നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഈ ലോകത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അപ്രത്യക്ഷമായി പോയി. ലോകത്തുള്ള സർവ്വവേദ ഗ്രന്ഥങ്ങളും സർവ മതഗ്രന്ഥങ്ങളും സർവ ആത്മീയ ഗ്രന്ഥങ്ങളും ഈ ലോകത്തു നിന്നും തുടച്ചു നീക്കപ്പെട്ടു. ഒരു വീട്ടിലും ഒരു വേദഗ്രന്ഥമില്ല. എല്ലാ വീടുകളിൽ നിന്നും വിശുദ്ധമായ ഖുർആൻ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തൊരു ഖുർആന്റെ പ്രതി പോലുമില്ല. അതുപോലെ മറ്റു മതസ്ഥരായ ആളുകൾ അവരുടെ വീടുകളിൽ, അവരുടെ ആരാധനാലയങ്ങളിൽ, അവരുടെ മതപഠനശാലകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വേദഗ്രന്ഥങ്ങളുണ്ട്. അവരുടേതായ ദൈവവചനങ്ങളെന്ന് പറയപ്പെടുന്ന വാചകങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങൾ മുഴുവനും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി പോയി. ഒരു വേദഗ്രന്ഥവും ലോകത്ത് അവശേഷിക്കുന്നില്ല. അങ്ങനെ വരുമ്പോ ഇനിയും വീണ്ടും ഈ വേദഗ്രന്ഥങ്ങൾ എഴുതേണ്ടതുണ്ട്, അത് വീണ്ടും ലോകത്തിന്റെ മുന്നിൽ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നൊരാവശ്യം വന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാതെ മറ്റൊരു വേദഗ്രന്ഥവും രണ്ടാമത് ഈ ലോകത്ത് എഴുതാൻ സാധ്യമല്ല. കാരണം വിശുദ്ധമായ ഖുർആനിന്റെ 6600-ൽ പരം ആയത്തുകൾ അതേപടി ഹൃദിസ്ഥമാക്കിയിരിക്കുന്ന, ഒരു വള്ളി തെറ്റാതെ, ഒരു പുള്ളി തെറ്റാതെ, ഒരു പേജ് മാറിപ്പോകാതെ, ഒരക്ഷരം മാറിപ്പോകാതെ, ഒരു വാക്കു മാറിപ്പോകാതെ, അർത്ഥവ്യത്യാസമില്ലാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കോടാനുകോടി ഹാഫിളീങ്ങൾ മനഃപ്പാഠമാക്കി വെച്ചിട്ടുണ്ട്. അവരിലൂടെ വിശുദ്ധമായ ഖുർആൻ വീണ്ടും ലോകത്ത് കൊണ്ടുവരാൻ പറ്റും. എന്നാൽ മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ വള്ളി പുള്ളി തെറ്റാതെ അതിന്റെ അടിസ്ഥാന മൂലഭാഷയിൽ മനഃപ്പാഠമാക്കി വെച്ചിട്ടുള്ളതായി ലോകത്ത് ഇന്നുവരെയും ആർക്കും അവകാശപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇത് വിശുദ്ധ ഖുർആനിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അല്ലാഹു പറയുന്നു, നാമാണ് ഈ വിശുദ്ധ ഖുർആനിനെ ഇറക്കിയത്, നാം ഈ വിശുദ്ധ ഖുർആനിനെ കാത്തു സൂക്ഷിക്കുക തന്നെ ചെയ്യും. ഹാഫിളീങ്ങളിലൂടെ, ഉലമാക്കളിലൂടെ വിശുദ്ധ ഖുർആനും ഖുർആന്റെ സന്ദേശങ്ങളും ലോകാവസാനം വരെയും നിലനിൽക്കുമെന്ന് അല്ലാഹു തന്നെ ലോകത്തിന്റെ മുന്നിൽ ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ്. ഒരിക്കൽ ഒരു രാജ്യത്ത് അന്യനാട്ടിൽ നിന്നും അപരിചിതരായ കുറെ ആളുകൾ കടന്നു വന്നു. ഈ ആളുകൾക്ക് വിശുദ്ധ ഖുർആനിനോട് ഭയങ്കരമായ ഇഷ്ടമാണ്. അവർ എവിടെ ഖുർആനിന്റെ പ്രതിയുണ്ടെങ്കിലും അവരത് വാങ്ങും, വലിയ വില കൊടുത്തു വാങ്ങും. ആരുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് എങ്കിലും, അത് കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്നതായാലും പലകകളിൽ എഴുതപ്പെട്ടതായാലും തോലിൽ എഴുതപ്പെട്ടതായാലും ഏത് നിലയിലും വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, വിശുദ്ധ ഖുർആൻ ആരുടെയെങ്കിലും കൈവശമുണ്ടോ, വലിയ വില കൊടുത്തുകൊണ്ട് ആ ഖുർആനെ ഈ ആളുകൾ വാങ്ങിയെടുക്കുമായിരുന്നു. ആ നാട് മുഴുവനും ചർച്ചയായി ആളുകളെ പറ്റിയിട്ട്. ആരുടെയൊക്കെ കയ്യിൽ ഖുർആൻ ഉണ്ടോ അതെല്ലാം ഈ ആളുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ തുടങ്ങി. കാരണം വലിയ വിലയാണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാവരുടെ കയ്യിലുമുള്ള ഖുർആനും ഈ ആളുകളുടെ കയ്യിലേക്ക് പോവുകയും ഈ ഖുർആൻ കൊടുക്കുന്നവർക്ക് വലിയ പണവും പാരിതോഷികങ്ങളും ഒക്കെ കിട്ടാൻ തുടങ്ങുകയും ചെയ്തു. അതിനിടയിൽ ആ രാജ്യം ഭരണം നടത്തുന്ന രാജാവിന് ഇതിലെന്തോ പന്തികേട് തോന്നുകയും അന്യനാട്ടിൽ നിന്ന് വന്ന ഈ ആളുകളെ പറ്റിയിട്ട് ഒരു അന്വേഷണം നടത്താൻ രഹസ്യമായി അദ്ദേഹം ചില ഭടന്മാരെ, ചില പട്ടാളക്കാരെ ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ അന്വേഷണം നടത്തി. അവരുടെ സ്വന്തം നാടുകളിലേക്ക് പോയി അവരെ പറ്റി അന്വേഷിച്ചു. അവർ ഈ ഖുർആൻ വാങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് അവരെ പറ്റി അന്വേഷിച്ചു. എന്നിട്ട് മഹാരാജാവിന്റെ മുമ്പിൽ അവർ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഈ ആളുകൾ വിശുദ്ധമായ ഖുർആനിനോട് വലിയ സ്നേഹമുള്ള ആളുകളാണെന്ന് പറയുന്നു. പക്ഷേ ഇവർ ഖുർആനിനെ സ്നേഹിക്കുന്ന ആളുകളല്ല. ഇവർക്ക് ഖുർആനിനോട് ഒരു സ്നേഹവുമില്ല. മറിച്ച് ഇവർ ഖുർആനിന്റെ ശത്രുക്കളാണ്. ഇവർ ഖുർആനിന്റെ വിമർശകരാണ്. പിന്നെ എന്തിനാണ് വലിയ വില കൊടുത്തുകൊണ്ട് ഇവർ വിശുദ്ധമായ ഖുർആനിന്റെ കോപ്പികൾ വാങ്ങുന്നത്? ഈ നാട്ടിലുള്ള ആളുകളിൽ നിന്നും വിശുദ്ധമായ ഖുർആനിന്റെ കോപ്പികൾ വാങ്ങി
എല്ലാവരുടെ കൈകളിലുമുള്ള കോപ്പികൾ തങ്ങളുടെ കയ്യിൽ വന്നു കഴിയുമ്പോൾ ആ ഖുർആൻ മുഴുവനും നശിപ്പിച്ചു കളഞ്ഞ് ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പരിപൂർണമായും ഖുർആൻ ഇല്ലാതെയാക്കുക. ഇങ്ങനെ ഓരോ നാടുകളിലേക്കും പോയി എത്ര വലിയ പണം കൊടുത്തിട്ടായാലും ആ ഖുർആൻ എല്ലാം തങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് അങ്ങനെ നാടുകളിൽ നിന്ന് ഖുർആൻ ഇല്ലാതെയാക്കി ലോകത്ത് നിന്ന് തന്നെ ഖുർആൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ വന്നിരിക്കുന്നതും വലിയ വില കൊടുത്തുകൊണ്ട് ഖുർആൻ വാങ്ങുന്നതും എന്ന് രാജാവിന് റിപ്പോർട്ട് കിട്ടുകയുണ്ടായി. ഭടന്മാർ ഉദ്യോഗസ്ഥർ ചോദിച്ചു, ആ ആളുകളെ പിടികൂടി അറസ്റ്റ് ചെയ്ത് കയ്യാമം വെച്ചുകൊണ്ട് ചാട്ടവാറിനടി കൊടുത്തുകൊണ്ട് താങ്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. രാജാവ് പറഞ്ഞു, വേണ്ട, ഒരാവശ്യവുമില്ല. ഈ വിവരം നിങ്ങൾ ആരും പുറത്തേക്ക് വിടേണ്ടതുമില്ല. ഇവരെ പറ്റിയിട്ട് ഈ വിവരം മുഴുവനും നമുക്ക് കിട്ടിയെന്നൊരിക്കലും അവരറിയാനും പാടില്ല. അങ്ങനെ ദിവസങ്ങൾക്കുള്ളിൽ രാജസദസ്സിൽ വലിയൊരു വിരുന്നൊരുക്കപ്പെടുകയാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണമെല്ലാം ഒരുക്കി സംഘടിപ്പിക്കപ്പെട്ട ആ വിരുന്നിലേക്ക് അന്യനാട്ടിൽ നിന്ന് തങ്ങളെ നാട്ടിലേക്ക് വന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രതികൾ കൈപ്പറ്റുന്നതായ ഈ ആളുകളെ വിശിഷ്ടാതിഥിയായി രാജാവ് തിരുമനസ് ആ വിരുന്നിലേക്ക് ക്ഷണിക്കുകയാണ്. അങ്ങനെ അവരും വിരുന്നിൽ പങ്കെടുത്തു. രാജാവ് വലിയ സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിച്ചു. അവരെ ആനയിച്ചു കൊണ്ടുവന്നിരുത്തി. അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുത്തു. അവർക്ക് നല്ല പഴച്ചാറുകളും മറ്റ് വിഭവങ്ങളും ഒക്കെ കൊടുത്തു. ഭക്ഷണമെല്ലാം കഴിച്ച് ചാരുകട്ടിലുകളിൽ അവരിങ്ങനെ വിശ്രമിക്കാനൊരുങ്ങുമ്പോൾ രാജാവ് പറഞ്ഞു, ഇനി പ്രധാനപ്പെട്ട ഒരു സദസ്സ് ഇവിടെ സംഘടിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥികളായ ഈ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. അവർ ഈ നാട്ടിലേക്ക് വന്നു. വിശുദ്ധ ഖുർആനിനോട് വലിയ സ്നേഹമുള്ളവരാണ്. അവർ ഖുർആനിനെ വലിയ വില കൊടുത്തുകൊണ്ട് വാങ്ങുന്നവരാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു സദസ്സ് സംഘടിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഈ ആളുകളുടെ മുന്നിലേക്ക് കുറെ ചെറിയ കുട്ടികൾ വന്ന് നിരന്നു നിൽക്കുകയാണ്. നമ്മുടെ ഹാഫിളീങ്ങളെ പോലെയുള്ള കുറെ ചെറിയ കുട്ടികൾ വന്ന് നിരന്നു നിന്നു. രാജാവ് ആദ്യത്തെ കുട്ടിയോട് പറഞ്ഞു, നീ വിശുദ്ധമായ ഖുർആനിന്റെ പ്രാരംഭം ഓതുക. സൂറത്തുൽ ഫാത്തിഹയും ബഖറയും നീ പാരായണം ചെയ്യുക. അടുത്ത കുട്ടിയോട് പറഞ്ഞു, നീ സൂറത്തുൻ നിസാ പാരായണം ചെയ്യുക. അടുത്ത കുട്ടിയോട് പറഞ്ഞു, നീ സൂറത്തു ആലു ഇംറാൻ പാരായണം ചെയ്യുക. ഇങ്ങനെ ഓരോ വിദ്യാർത്ഥികളോടും വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങൾ വീതം പാരായണം ചെയ്തുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് ഈ ചെറിയ കുട്ടികളിലൂടെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും പാരായണം ചെയ്യപ്പെടുകയുണ്ടായി. നിമിഷ നേരം കൊണ്ട് 10, 11, 12 വയസ്സുള്ള കൊച്ചുകുട്ടികൾ വന്ന് നിന്നിട്ട് അവരുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കി വെച്ചിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ ആ അതിഥികളുടെ മുന്നിൽ പാരായണം ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോൾ രാജാവ് തിരുമനസ് ചോദിച്ചു, ഞാൻ എന്തിനാണ് ഈ ഖുർആൻ ഈ കുട്ടികളെ കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്യിച്ചത് എന്നറിയുമോ? ഉടൻ തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അതിഥികളായ ആളുകൾ രാജാവിന്റെ കാൽക്കൽ വന്ന് വീണിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഞങ്ങൾ കരുതിയത് മുസ്ലിമുകളുടെ വീടുകളിൽ ഇരിക്കുന്ന, മുസ്ലിമുകളുടെ പള്ളികളിൽ സൂക്ഷിച്ചിരിക്കുന്ന, നിങ്ങളുടെ ഗ്രന്ഥശാലകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഖുർആനിന്റെ പ്രതികൾ വലിയ വില കൊടുത്തിട്ട് ഞങ്ങൾ അതിനെ സ്വന്തമാക്കിയിട്ട് ഞങ്ങൾ അത് കരിച്ചോ എരിച്ചോ തകർത്തോ നശിപ്പിച്ചു കളഞ്ഞാൽ ഓരോ നാടുകളിൽ നിന്നും വിശുദ്ധ ഖുർആൻ ഇല്ലാതാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ ഈ ലോകത്ത് നിന്ന് തന്നെ വിശുദ്ധമായ ഖുർആനിനെ ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വ്യാമോഹിച്ചു പോയി. പക്ഷേ ഞങ്ങളുടെ മുന്നിൽ താങ്കൾ ഈ കൊണ്ടു നിർത്തിയ കൊച്ചു കുഞ്ഞുങ്ങൾ വിശുദ്ധ ഖുർആൻ മുഴുവനും വള്ളിപുള്ളി തെറ്റില്ലാതെ ഒരക്ഷരം പോലും മാറിപ്പോകാതെ ഒരക്ഷരം പോലും അധികമാകാതെ ഈ കുട്ടികൾ ഞങ്ങളുടെ മുന്നിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായി, വിശുദ്ധ ഖുർആൻ അത് ഗ്രന്ഥങ്ങളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് താളുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് തുകലുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് ഷെൽഫുകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല, അത് ഗ്രന്ഥശാലകളിൽ സൂക്ഷിക്കപ്പെടുന്നതല്ല. മറിച്ച് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയാണ്. വിശുദ്ധമായ ഖുർആൻ ഇവിടുത്തെ ഹാഫിളീങ്ങളുടെ, ആലിമീങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിക്കപ്പെടുകയാ. പ്രതികളെ നശിപ്പിക്കപ്പെട്ടാലും ഈ ഹാഫിളീങ്ങളിലൂടെ വീണ്ടും വിശുദ്ധമായ ഖുർആൻ ഈ ലോകത്ത് ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ഉദ്യമം ഞങ്ങൾ അവസാനിപ്പിക്കുന്നു.
ഹാഫിളീങ്ങളെ അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിന്റെ സംരക്ഷകരായി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ആ കാലഘട്ടം വരെയും വിശുദ്ധമായ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ, ഇന്നൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അലമാരകളിൽ സൂക്ഷിക്കുന്ന പുസ്തക രൂപത്തിൽ 30 ജുസുക്കളായി ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ കള്ളപ്രവാചകത്വം കൊണ്ടുവന്ന മുസൈലമയ്ക്കെതിരെ യമാമയിൽ വെച്ചുകൊണ്ടൊരു യുദ്ധം നടത്തപ്പെടുകയുണ്ടായി. ഈ യുദ്ധത്തിൽ ഒരുപാട് ഖുർആൻ ഹാഫിളീങ്ങൾ ഷഹീദായി. വിശുദ്ധ ഖുർആൻ മനപ്പാഠമാക്കിയിരിക്കുന്ന ഒരുപാട് ഹാഫിളീങ്ങൾ ഷഹീദായി കഴിഞ്ഞപ്പോൾ മഹാനായ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഗൗരവകരമായ ഒരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, യമാമയിലെ യുദ്ധത്തിൽ ഒരുപാട് ഹാഫിളീങ്ങൾ മരണപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ഹാഫിളീങ്ങളുടെ ഹൃദയത്തിലാണ്. ഈ ഹാഫിളീങ്ങൾ, ഖുർആൻ വാഹകരായ ഹാഫിളീങ്ങൾ മുഴുവനും മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ എവിടെയും ക്രോഡീകരിച്ചു വെച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഖുർആനിന്റെ ക്രോഡീകരണം നടത്തണം. അങ്ങനെയാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനുഭാവന്റെ കാലഘട്ടത്തിൽ ആദ്യമായി സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ഖുർആന്റെ ക്രോഡീകരണം നടത്തിയത് ഹാഫിളീങ്ങൾ ഒരുപാട് ഷഹീദായി പോയപ്പോൾ. കാരണം ഹാഫിളീങ്ങൾ ഖുർആനിന്റെ സംരക്ഷകരാണ്, വിശുദ്ധ ഖുർആനിന്റെ വാഹകരാണ്. ഹാഫിളീങ്ങളുടെ ഹൃദയങ്ങളിലൂടെ, ഹാഫിളീങ്ങളുടെ ഓർമ്മകളിലൂടെ, ഹാഫിളീങ്ങളുടെ ബുദ്ധികളിലൂടെ, അവരുടെ പാരായണങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകാവസാനം വരെയും വിശുദ്ധമായ ഖുർആനിനെ യാതൊരുവിധ കേടുപാടുമില്ലാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് മാത്രമല്ല, മറ്റൊരു ഭാഗത്ത് ഈ വിശുദ്ധമായ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുണ്ട്. സഹോദരങ്ങളെ, 1500ഓളം കൊല്ലങ്ങൾക്ക് മുൻപ് അറേബ്യൻ ഭൂഖണ്ഡങ്ങളിൽ മക്കയിലും മദീനയിലുമൊക്കെയായി അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ ഇന്നും നമ്മുടെയൊക്കെ മുന്നിൽ കാലിക പ്രസക്തിയോടുകൂടി, അഥവാ നൂറ്റാണ്ടുകൾ എത്ര കടന്നുപോയാലും, ആധുനിക ശാസ്ത്രം എത്ര വലിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് പോയാലും, എത്ര വലിയ ടെക്നോളജികൾ വന്നെന്ന് പറഞ്ഞാലും, എത്ര വലിയ പുതിയ പുതിയ പഠനങ്ങൾ നടത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ ഖുർആനിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഖുർആനിന്റെ സന്ദേശങ്ങളുടെ പ്രാധാന്യത നഷ്ടപ്പെട്ടു പോകുന്നില്ല. കാലം എത്ര കടന്നാലും, നൂറ്റാണ്ടുകൾ എത്ര കടന്നാലും വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വലിയ സന്ദേശങ്ങൾ നൽകിക്കൊണ്ട് നിലനിൽക്കുകയാണ്. ഈ വിശുദ്ധമായ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്താൻ ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഇപ്പോഴും ഇവിടുത്തെ നിരീശ്വരവാദികളുണ്ട്. യുക്തിവാദികൾ എന്ന് സ്വയം പറയുന്ന യുക്തിരഹിതവാദികളുണ്ട്. അവരൊക്കെയും ശ്രമിക്കുന്നുണ്ട് വിശുദ്ധമായ ഖുർആനിൽ എന്തെങ്കിലും ന്യൂനതകൾ കണ്ടെത്താൻ, വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും കുറവുകൾ കണ്ടെത്താൻ. ഇവരെന്നല്ല, വലിയ വലിയ ബുദ്ധിജീവികൾ ഈ ലോകത്ത് ശ്രമിച്ചിട്ടുണ്ട്. ഗ്യാരി മില്ലർ എന്ന് പേര് പറയുന്ന ക്രൈസ്തവനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനുണ്ടായിരുന്നു. ഗ്യാരി മില്ലർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിൻ്റെതായ സംഭാവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഫലമായി ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും ഒക്കെ നേടിയെടുത്തിട്ടുള്ള ലോക പ്രശസ്തനായ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായിരുന്നു. കണക്കുകൾ കൊണ്ട് കളിക്കുന്ന ഒരാളായിരുന്നു ഗ്യാരി മില്ലർ. അദ്ദേഹം ഒരു ക്രൈസ്തവനായിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ടായി, വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം. എന്തിനാ ഖുർആൻ പഠിക്കുന്നത്? ഖുർആൻ പഠിക്കുന്നത് മുസ്ലിം ആകാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ഈ ഖുർആനിൽ ന്യൂനതകൾ കണ്ടെത്തണം. വിശുദ്ധമായ ഖുർആനിലെ കുറവുകൾ എനിക്ക് കണ്ടെത്തണം. ഖുർആനിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളും കുറ്റങ്ങളും ഉണ്ടാകും.
ഖുർആൻ എന്ന് പറയുന്നത് 10,500 കൊല്ലം മുമ്പ് ഇറങ്ങിയതല്ലേ? ഈ 21-ാം നൂറ്റാണ്ടില് തന്നെ പോലെ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധൻ ഈ ഖുർആനിൽ പഠനം നടത്തിയാൽ ന്യൂനതകൾ ഒരുപാട് കണ്ടെത്താൻ സാധിക്കും, കുറ്റങ്ങളും കുറവുകളും ഒരുപാട് കണ്ടെത്താൻ സാധിക്കും. ഇത് ദൈവത്തിന്റെ ഗ്രന്ഥമല്ല, മറിച്ച് ഇത് മുഹമ്മദ് എന്ന മനുഷ്യൻ എഴുതിയുണ്ടാക്കിയ ഗ്രന്ഥമാണ്. ജിബ്രീൽ എന്ന മാലാഖ കൊണ്ടുവന്നതല്ല. ആരെടുത്തോ പോയി അറബി ഭാഷയൊക്കെ പഠിച്ച് അവരിലൂടെ എഴുതിയുണ്ടാക്കിയ ഒരു ഗ്രന്ഥം മാത്രമാണ് ഈ ഖുർആൻ. ഇതിന് യാതൊരുവിധ ദൈവികതയുമില്ല, ഇതിൽ യാതൊരുവിധ ആത്മീയതയുമില്ല, ഇത് മാലാഖയിലൂടെ വരുന്നതല്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം. അതിനുവേണ്ടി ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ പഠനം നടത്തുകയാണ്. അദ്ദേഹം വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളിലെ ഓരോ സൂക്തങ്ങളും അദ്ദേഹം പഠന വിധേയമാക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട വലിയുള്ള മൗലവി ആരിഫ് മൗലവി ഉലമാക്കളൊക്കെ വേദിയിലേക്ക് കടന്നിരിക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അങ്ങനെ ഡോക്ടർ ഗ്യാരി മില്ലർ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പഠനം നടത്തി. വളരെ എളുപ്പത്തിൽ അവസാനിക്കുമെന്ന് അദ്ദേഹം കരുതിയ പഠനം പക്ഷേ എളുപ്പത്തിൽ അവസാനിച്ചില്ല. ആ പഠനം ഇങ്ങനെ നീണ്ടുപോയി. ഖുർആനിന്റെ ഓരോ ആയത്തുകളിൽ നിന്നും അടുത്ത ആയത്തിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക്, അതിന്റെ ചിന്തകളിലേക്ക്, അതിൻ്റെതായ മറ്റു പല പഠനങ്ങളിലേക്ക് ഗ്യാരി മില്ലർ ഇങ്ങനെ സഞ്ചരിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞ്, മാസങ്ങളോളം കഴിഞ്ഞ് ഗ്യാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധൻ, ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധൻ, അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. അന്നു മുതൽ അദ്ദേഹം ഗ്യാരി മില്ലർ അല്ല, അബ്ദുൽ അഹദ് ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട്, ഏകനായ അള്ളാഹുവിന്റെ അടിമയായ ഉമർ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് സ്വീകരിച്ചുകൊണ്ട് ഗ്യാരി മില്ലർ മുസ്ലിം ആവുകയാണ്. നാം ഒന്ന് നോക്കണം, ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ, ഖുർആനിലെ കുറവുകൾ കണ്ടുപിടിക്കാൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാസങ്ങളോളം വിശുദ്ധമായ ഖുർആനിൽ പഠനം നടത്തിയ ഗ്യാരി മില്ലർ എന്ന ലോകം കണ്ട ഗണിതശാസ്ത്ര വിദഗ്ധനായ മനുഷ്യനാ. പക്ഷേ അദ്ദേഹം മുസ്ലിമാവുകയാ. എന്താണ് കാര്യമെന്ന് അദ്ദേഹത്തോട് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ വിശുദ്ധമായ ഖുർആനിനെ പഠനം നടത്തുകയാ. എന്റെ മനസ്സിലെ ചിന്ത എന്താ? പഠനം നടത്തിയിട്ട് ലോകത്തിന്റെ മുമ്പിൽ എനിക്ക് വിളിച്ചു പറയണം, ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമല്ല, ഈ ഖുർആൻ മുഹമ്മദിന്റെ ഗ്രന്ഥമാ, മുഹമ്മദ് തന്നെ എഴുതി തീർത്ത ഗ്രന്ഥമാ, മുഹമ്മദിന്റെ വചനങ്ങൾ മാത്രമാ എന്നെനിക്ക് ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാ വിശുദ്ധമായ ഖുർആനിന് ഞാൻ പഠനം നടത്തിയത്. അങ്ങനെ ഞാൻ ഖുർആനിൽ പഠനം നടത്തുകയുണ്ടായി. വിശുദ്ധമായ ഖുർആനില് മുഹമ്മദിന്റെ പേര് എത്ര തവണ വന്നിട്ടുണ്ടെന്ന് പഠനം നടത്തുകയുണ്ടായി. കാരണം സ്വന്തമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ താൻ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, തനിക്ക് ലോകത്തിന്റെ മുന്നിൽ സ്ഥാനമുണ്ട്, താൻ ഈ ലോകത്തിന്റെ നായകനാണ്, താൻ ഈ ലോകത്തിന്റെ നേതാവാണ്, താൻ പറയുന്നതെല്ലാവരും അനുസരിച്ചാൽ സ്വർഗമുണ്ട് എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ വാദഗതികളെ സത്യമാക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധമായ ഖുർആനില് എത്രയോ ഭാഗങ്ങളിൽ തന്റെ പേരിങ്ങനെ പറഞ്ഞു പ്രകീർത്തിക്കേണ്ടെന്ന് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി. മുഹമ്മദ് എന്ന നാമം എത്ര തവണയാ ഖുർആനിലുള്ളത്? പക്ഷേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ദൈവമായി അംഗീകരിക്കുന്ന ഒരു ക്രൈസ്തവനായ നാം ദൈവമായി അംഗീകരിക്കുന്ന ഈസാ നബി ഉണ്ടല്ലോ, യേശുദേവനുണ്ടല്ലോ, ആ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ എത്രയോ
എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര് ഖുർആനിൽ എത്രയോ ഭാഗങ്ങളിൽ വന്നിരിക്കുകയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേര്, ഇങ്ങനെ പല പ്രവാചകന്മാരുടെയും പേരുകൾ എത്രയോ തവണ അധികമായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുന്നു. എന്നാലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് വെറും വിരലിലെണ്ണാവുന്ന 4 സ്ഥലങ്ങളിൽ മാത്രമാ ഞാൻ കണ്ടിട്ടുള്ളത്. അതിലപ്പുറം മുഹമ്മദ് എന്ന നാമം ഖുർആനിലില്ലല്ലോ. അങ്ങനെ സ്വന്തമായി എഴുതിയ ഗ്രന്ഥമാണെങ്കിൽ, സ്വന്തമായി കൊണ്ടുവന്ന വാചകങ്ങളാണെങ്കിൽ എത്രയോ തവണ തന്റെ പേരതിൽ ആവർത്തിച്ച് കൊണ്ടുവന്നു തന്റെ പ്രവാചകത്വം സ്ഥിരപ്പെടുത്തിയെടുക്കേണ്ടതാ. പക്ഷേ അങ്ങനെ ഒരു ശ്രമം എനിക്ക് കാണാൻ പറ്റിയില്ല. വെറും 4 സന്ദർഭങ്ങളിൽ മാത്രമാ മുഹമ്മദ് എന്ന പേരെനിക്ക് കാണാൻ പറ്റിയത്. എന്റെ ആ ശ്രമവും പരാജയപ്പെട്ടു പോയി. രണ്ടാമത് വീണ്ടും ഞാൻ അന്വേഷണം നടത്തി. മുഹമ്മദുമായി ബന്ധപ്പെട്ടവരുടെ പേരുകൾ എത്ര തവണ വന്നിട്ടുണ്ട്? മുഹമ്മദിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമത്തു സഹറബത്തുൽ റളിയല്ലാഹു അൻഹാ, ഫാത്തിമാന്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി. മുഹമ്മദിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിമാരുണ്ടല്ലോ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ പേര്, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് വിശുദ്ധ ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ഞാനും പഠനം നടത്തി. മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ബീവിയുടെ പേര് എത്ര തവണ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി നോക്കി. മുഹമ്മദ് മുസ്തഫാന്റെ വളർത്തുന്നയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ പേര് എത്ര തവണ ഖുർആനിൽ വന്നിട്ടുണ്ട്? ഞാൻ അന്വേഷണം നടത്തി. എന്നാൽ അപ്പോഴും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആനില് ഒരേ ഒരു സ്ത്രീയുടെ പേര് മാത്രമാ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഒരേ ഒരു സ്ത്രീരത്നത്തിന്റെ പേര് മാത്രമാ ഖുർആനിലുള്ളത്. ആ സ്ത്രീയുടെ പേരില് ഒരധ്യായം തന്നെ ഖുർആനിൽ കൊണ്ടുവന്നിരിക്കുകയാ. ആ സ്ത്രീ ആരാണെന്നറിയുവോ? അത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ ആയിഷ റളിയല്ലാഹു അൻഹയല്ല. അവിടുത്തെ പ്രിയപ്പെട്ട ജന്മം നൽകിയ ഉമ്മയായ ആമിന ബീവിയല്ല. അവിടുത്തെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയല്ല. പിന്നെയോ വിശുദ്ധമായ ഖുർആനിൽ ഞാൻ കണ്ട ഒരേ ഒരു സ്ത്രീയുടെ പേര്, അതേ ഞാൻ ദൈവമായി വിശ്വസിക്കുന്നതായ യേശുദേവന് ജന്മം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നതായ മറിയമിന്റെ പേര് മാത്രമാ വിശുദ്ധമായ ഖുർആനിൽ ഒരു സ്ത്രീയുടെ പേരായി ഞാൻ കണ്ടിട്ടുള്ളൂ. ആ മറിയമിന്റെ പേരില് ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്, സൂറത്തു മറിയം എന്ന പേരില്. എന്ന് മാത്രമല്ല, വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിബീൻ വമറിയം ഇബ്നത ഇംറാൻ അല്ലതി അഹ്സനത് ഫർജഹാ. ആ മറിയമിന്റെ പാതിപത്യത്തെ പുകഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട്, ആ മറിയമിന്റെ ചാരിത്ര ശുദ്ധിയെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിൽ എത്രയോ ആയത്തുകളാ ഞാൻ കാണുന്നത്. അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയില്ലേ? മുഹമ്മദ് മുസ്തഫാന്റെ കുടുംബത്തിലെ ഒരു സ്ത്രീയുടെ പേരും ഖുർആനിലില്ല. എന്നാലോ യേശുദേവന്റെ മാതാവായ മറിയമിന്റെ പേര് ഖുർആനിലുണ്ട്. ആ സമവും പരാജയപ്പെട്ടു പോയി. വീണ്ടും ഞാൻ ഖുർആൻ പഠിച്ചു നോക്കി. വിശുദ്ധമായ ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാകുമോ? ശാസ്ത്ര കണ്ടെത്തലുകളിൽ എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവുമോ? അങ്ങനെ ഞാൻ പഠനം നടത്തി നോക്കി. ഖുർആൻ പറയുന്ന ഗോളശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ജന്തുശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന ഭ്രൂണശാസ്ത്രം ഞാൻ എടുത്തു നോക്കി. ഖുർആൻ പറയുന്ന വിവിധ ശാസ്ത്ര സത്യ
സത്യങ്ങൾ ഞാൻ എടുത്തു നോക്കി, എന്നാൽ അവിടെയും ഞാൻ പരാജയപ്പെട്ടു പോയി. വിശുദ്ധമായ ഖുർആനിന്റെ ന്യൂനതകളിലേക്ക് കടന്നു പോകാൻ ശ്രമിച്ച എനിക്ക് പിന്നെ ഹൃദയത്തിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരാഗ്രഹം വരികയാ, ഈ ഖുർആനിനെയും പഠിക്കണമല്ലോ. അങ്ങനെ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി നടത്തുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. വിശുദ്ധമായ ഖുർആനിനെ നിഷേധിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ വിമർശിക്കുന്നവരോട്, വിശുദ്ധമായ ഖുർആനിനെ കളവാക്കുന്നവരോട് അല്ലാഹു തന്നെ വെല്ലുവിളി നടത്തുകയാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. ആ മനുഷ്യർ ഈ ഖുർആനിനെ പറ്റിയൊന്ന് ചിന്തിച്ചു നോക്കുന്നില്ലേ? ഈ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവഗാഹം നടത്തുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ്, അവർ വിമർശിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ആരാധിരാധനായ അല്ലാഹുവിൽ നിന്നുള്ള ഗ്രന്ഥമല്ല എങ്കിൽ ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങള്, ഒരുപാട് കുറ്റങ്ങള്, കുറവുകള്, ഒരുപാട് ന്യൂനതകള് അവർക്ക് കണ്ടെത്താൻ കഴിയുമായിരുന്നു. എന്നിട്ടും എന്തേ അവർ ഖുർആൻ പഠിക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ഖുർആൻ ചിന്തിക്കുന്നില്ല? ഗ്യാരി മില്ലർ എന്ന ക്രൈസ്തവനായ ഗണിതശാസ്ത്ര വിദഗ്ധൻ പറയുകയാ, എന്റെ ഹൃദയത്തിൽ ഞെട്ടലുണ്ടായി, എന്റെ ഹൃദയത്തിൽ തട്ടി ഉണർത്തിയ ആയത്താ. അങ്ങനെ ഞാൻ ഖുർആൻ പഠിക്കുമ്പോ ഒരു ഗണിതശാസ്ത്ര വിദഗ്ധനായ എനിക്ക് കണക്കുകളോട് വല്ലാത്ത താല്പര്യമാണെങ്കിൽ ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ലാത്ത നിലയിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂക്തങ്ങള്, വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങള്, വിശുദ്ധ ഖുർആനിലെ വാചകങ്ങളും അക്ഷരങ്ങളും അതേ കണക്കുകൾ കൊണ്ട് വല്ലാതെ ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത്രയുമൊക്കെ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഈ ഖുർആനിനെ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി പഠനം നടത്തിയ ആൾ ഗ്യാരി മില്ലർ. എന്നാൽ അദ്ദേഹം പറയുന്നു, എന്റെ കണ്ടെത്തലുകളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. കാരണം ഖുർആനിലെ കുറ്റങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ നടത്തിയ ശ്രമങ്ങളൊക്കെയും പരാജയപ്പെട്ടു പോയി. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് സ്വന്തമായി എഴുതിയിട്ട് ദൈവിക ഗ്രന്ഥമാണ് എന്ന് പറയലായിരുന്നു, അങ്ങനെ സ്ഥാപിച്ചെടുക്കലായിരുന്നു എന്ത് ലക്ഷ്യം. പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു പോയി. വിശുദ്ധ ഖുർആൻ ഞാൻ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുന്ന ചോദ്യം എന്നെ തൊട്ടുണർത്തി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവർ ഖുർആൻ പഠിക്കാത്തതെന്താ? അങ്ങനെ പഠിച്ചാൽ അള്ളാഹുവിൽ നിന്നുള്ളതല്ല ഈ ഗ്രന്ഥമെങ്കിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളും ന്യൂനതകളും കണ്ടെത്താൻ പറ്റും. പക്ഷെ എനിക്കതിന് സാധിക്കുന്നില്ല. ഞാൻ പരാജയപ്പെട്ടു. ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയി. ഒരുപാട് ന്യൂമറോളജിക്കൽ മാജിക്കുകൾ എനിക്ക് വിശുദ്ധമായ ഖുർആനിൽ കാണാൻ സാധിച്ചു. അങ്ങനെ അവസാനം ഞാൻ തീരുമാനമെടുത്തു, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിൽ വിശ്വസിക്കാൻ ഞാൻ അങ്ങനെ മുസ്ലിമായി ഗ്യാരി മില്ലറിൽ നിന്നും അബ്ദുൽ അഹദ് ഉമറായി മാറി.